ഹായ് ഓൾ, വെൽക്കം ടു വിനു സിന്ധി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുറെ ജോലികളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മള് അടുത്ത ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാണ്, നോർമലി ഇപ്പൊ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കൂടുതലും അപ്പുറം ഇപ്പുറം ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയല്ലേ, ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ പോവാണ്, എനിക്ക് കുറെ ജോലിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മലയാളത്തില്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് നോക്കാം കേട്ടോ. അത് മാത്രമല്ല, അടിച്ചു വാരുക, തുണി കഴുകുക, അതുപോലെ പാത്രം കഴുകുക, വൃത്തിയാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഇതിനോടനുബന്ധിച്ചൊക്കെ വരുന്ന സെന്റൻസുകൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാണ്, ഞാൻ പോവാ, ഒരുപാട് ജോലിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, എന്റെ എല്ലാ ജോലിയും അങ്ങനെ തന്നെ കിടക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി പറയും. ഇവിടെ ഞാൻ പോകുന്നു എന്ന് പറയാനായിട്ട് മേ ജാറാവും, ജാരയും അല്ലെ. രഹാരഹി സ്ത്രീലിംഗം, പുല്ലിംഗോട്ട സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ മേ ജാരയും എന്ന് പറയാം. അതല്ല പുരുഷനാണെങ്കിൽ മേ ജാറാവും. ഇത് ഷോർട്ട് ചെയ്ത് പറയുമ്പോൾ മേ ജാരേ എന്നും പറയാം. ഓക്കെ, അതല്ല ഫുള്ളായിട്ട് ഇതുപോലെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കട്ടെ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞ, മേ ജാറാവും അല്ലെങ്കിൽ മേ ജാറയും. ബഹുത് കാം ഹേ, എന്താ പറയുന്നേ, ബഹുത് കാം ഹേ, ഒത്തിരി ജോലിയുണ്ട്. ജോലി എന്ന് പറയുന്നത് കാം. ഓക്കെ, അപ്പൊ മേ ജാറാവും ബഹുത് കാം ഹേ, ഒത്തിരി ജോലിയുണ്ട്, ഞാൻ പോവാണ് എന്ന് പറയുന്ന. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ പറയും, എല്ലാ ജോലികളും അങ്ങനെ തന്നെ കിടക്കുക അല്ലെ. സാരേ കാം, എല്ലാ ജോലി എന്ന് പറയാം കേട്ടോ. സാരേ എന്നുള്ളതാണ് അവിടെ എല്ലാം എന്ന് പറയുന്നത്. സാരേ കാം വൈസഹി പടാഹെ, അങ്ങനെയാണ് ആ സെന്റൻസ് പറയാം. അങ്ങനെ തന്നെ കിടക്കുകയാണ് എന്നുള്ളതാണ്. വൈസ എന്ന് പറയുന്നത് അങ്ങനെ, ഏസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അവിടെ അങ്ങനെ തന്നെ എന്നുള്ളതാണ് കേട്ടോ. വൈസഹി പടാഹെ, ഇവിടെ ഒരു കുഞ്ഞു വേർഡ് കൂടി വരുന്നുണ്ട്, ഹി എന്നുള്ളത്. വൈസഹി, അങ്ങനെ തന്നെ എന്ന് പറയുന്ന. വൈസ എന്ന് പറയുമ്പോ അങ്ങനെ എന്ന് മാത്രമേ വരുന്നുള്ളൂ. വൈസഹി പടാഹെ, അങ്ങനെ തന്നെ കിടക്കുകയാണ് എന്ന് പറയുന്നതാണ്. അപ്പൊ എങ്ങനെയാ സെന്റൻസ് പറയാ, സരകം വൈസഹി പടാഹെ, എല്ലാ ജോലികളും അങ്ങനെ തന്നെ കിടക്കുകയാണ് എന്ന്. അതെനിക്ക് ഇങ്ങനെ പറയാം അല്ലെ, ഇന്നൊന്നും ചെയ്തിട്ടില്ല. അതിരാവിലെയൊക്കെ നമുക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തിറങ്ങാം അല്ലെ, പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ആരോടും സംസാരിക്കാം. അപ്പൊ കുറെ സംസാരിക്കാൻ നമ്മൾ പറയല്ലേ, അയ്യോ ഇന്നൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയത്തില്ല. അവിടെ ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല. ആജ് കുച്ച് നഹി കിയാ ഹെ, ആജ് കുച്ച് നഹി കിയാ ഹെ മേ ജാരാവും, ആജ് കുച്ച് നഹി കിയാ ഹെ, ഞാൻ പോവാ, ഇന്നൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാ. ആജ് കുച്ച് നഹി കിയാ ഹെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സെന്റൻസുകളാണ് നമ്മൾ പൊതുവായിട്ട് തനി മലയാള ശൈലിയിൽ പറയുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ജോലികൾ ഞാൻ കഴിഞ്ഞ ഷോർട്ടിൽ ഇട്ടിരുന്നു. ഇന്നലെ തന്നെ ഞാൻ ആ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നമുക്ക് ഇപ്പൊ നോക്കാം കേട്ടോ. ആദ്യം തന്നെ അടിച്ചു വാരുക. ഇപ്പൊ നമ്മൾ അടിച്ചു വാരുക എന്നൊക്കെ പറയുമ്പോൾ ജാഡു ലഗാന എന്നാണ് ഹിന്ദിയിൽ പറയാം. അടിച്ചു വാരുക എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ തൂത്തുവാരുക എന്നൊക്കെ പറയത്തില്ല. അതിന് ജാഡു ലഗാന. ജാഡു എന്ന് പറഞ്ഞാൽ ചൂല്. ഇനി ഞാൻ അടിച്ചു വാരുകയാണ് എന്നെങ്ങനെയാ പറയാ, മേ ജാഡു ലഗാറു. ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പറയാം അല്ലെ, നിക്ക് ഞാൻ അടിച്ചു വാരുകയാണ്, അല്ലെ ഞാൻ ഇവിടെ അടിച്ചു വാരുകയാണ്, ഇപ്പൊ വരാം എന്നൊക്കെ പറയത്തില്ലേ. അവിടെ ഇത്രേ ഉള്ളൂ, മേ ജാഡു ലഗാരേ എന്ന് പറയാം, അല്ലെങ്കിൽ മേ ജാഡു ലഗാരയും, ഞാൻ അടിച്ചു വാരുകയാണ്. രഹാരഹി, അതാണ് ഈ പറയുന്നത് ലഗാരഹിഹു. ഓക്കെ, ഞാൻ അടിച്ചു വാരുകയാണ്, മേ ജാഡു ലഗാരയും. അഭിയാത്താവും, ഇപ്പൊ വരാം എന്ന് പറയുന്ന. ആത്താ ആത്തി കേട്ടോ, അഭിയാത്തിയും എന്ന് പറഞ്ഞ സ്ത്രീയാണ്, അഭിയാത്താവ് എന്ന് പറയുന്നതാണെങ്കിൽ പുരുഷനാണ്. ഇപ്പൊ വരാം എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ജാഡു ലഗാന എന്ന് പറയുന്നത്. ഇനി പൊച്ച ലഗാന എന്ന് പറയുന്നതാണ് തുടയ്ക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ തുടയ്ക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ മേ പൊച്ച ലഗാരയും, ഞാൻ തുടയ്ക്കുകയാണ്. പോച്ച ലഗാന എന്നാണ് തുടയ്ക്കണേനെ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇത്തിരി പൊടി ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ്, ഇവിടെ ഒന്ന് തുടയ്ക്കൂ എന്ന് പറയണമെങ്കിൽ ജറ പോച്ചോ, പോച്ചോ എന്നാ പറയാ. പോച്ചോ എന്ന് പറഞ്ഞാൽ തുടയ്ക്കൂ എന്ന് പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അല്ലെങ്കിൽ വൃത്തിയാക്കൂ എന്ന് പറയാനാണെങ്കിലോ, ഇവിടെ തുടയ്ക്കൂ അല്ലെങ്കിൽ ഇവിടെ വൃത്തിയാക്കൂ എന്ന് പറയണം. തുടയ്ക്കാനാണ് പറയണമെങ്കിൽ യഹാം പോച്ചോ എന്ന് പറയണം, യഹാം പോച്ചോ. ഇനി വൃത്തിയാക്കൂ എന്നാണ് പറയണെങ്കിലോ, യഹാം സാഫ് കരോ. സാഫ് കർണ എന്നാണ് വൃത്തിയാക്കുക, യഹാം സാഫ് കരോ. അല്ലെങ്കിൽ കമര സാഫ് കരോ, റൂം വൃത്തിയാക്കൂ എന്ന് പറയുന്നതാ. കുഞ്ഞുമക്കളോടൊക്കെ പറയും അല്ലെ, വീട് റൂം വൃത്തിയാക്കി വെക്കാൻ പറയും. ജാക്കർ അപ്ന കമര സാഫ് കരോ, പോയിട്ട് സ്വന്തം റൂം വൃത്തിയാക്കൂ എന്നുള്ളതാണ് അവിടെ അപ്ന എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്ന എന്ന് പറയുന്നത് സ്വന്തം, അല്ലെങ്കിൽ ജാക്കർ കമര സാഫ് കരോ, പോയിട്ട് റൂം വൃത്തിയാക്ക് എന്ന് പറയുന്ന. ഓക്കെ, ഇതുപോലെയുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ ഇപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് ഇതെല്ലാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ സാഫ് കർണ എന്ന് പറയുന്നതാണ് വൃത്തിയാക്കുക എന്ന് പറയുന്നത്.
ഇനി ധോന എന്ന് പറഞ്ഞ കഴുകുക എന്നാണ്. ഇപ്പൊ കൈ കഴുകൂ എന്ന് പറയാനായിട്ട് ഹാദ്ദോ, മുഖം കഴുകൂ എന്ന് പറയാൻ മൂതോ, അല്ലെങ്കിൽ വായ കഴുകൂ എന്ന് പറയുന്നതിനും മൂതോ എന്ന് തന്നെയാട്ടോ പറയാം. ഓക്കെ, അപ്പൊ കൈയും മുഖവും കഴുകൂ എന്ന് പറയാനായിട്ട് ഹാത്മു ദോ, അല്ലെങ്കിൽ ഹാത്മു ദോക്കെ ആവോ, കൈയും മുഖവും കഴുകിയിട്ട് വരൂ എന്ന് മക്കളോട് പറയൂലേ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്. അതാണ് ഹാത്മു ധോക്കെ ആവോ. ഇവിടെ ധോന, അതാണ് ആ വേർഡ് വരുന്നത്, ആ വെർബ് വരുന്നത് കേട്ടോ, ധോന. അപ്പൊ പാത്രം കഴുകുക എന്ന് പറയുന്നതിന് പാത്രം എന്ന് പറയുന്നത് ബർത്തൻ, ബർത്തൻ ധോന, അതാണ് ആ വേർഡ്. ബർത്തൻ ധോന, മേ ബർത്തൻ ധോരാവും, അല്ലെങ്കിൽ മേ ബർത്തൻ ധോ രഹിഹും എന്ന് പറയുന്നത് ഞാൻ പാത്രം കഴുകുകയാണ്. നീ പോയി പാത്രം കഴുകു, ഞാൻ പോയി അലക്കാം എന്ന് പറയും അല്ലെ. നീ പോയി പാത്രം കഴുകു, തും ജാക്കർ ബർത്തൻ ദോ, ഇത്രയും പറഞ്ഞാൽ മതി. തും ജാക്കർ ബർത്തൻ ദോ, മേ ജാക്കർ കപ്പട ധോവുക എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് തുണി കഴുകാം, ധോവുക എന്നാണ് ആ പറയുന്നത്. ഊങ്ക സൗണ്ട് ആണ് പറഞ്ഞത്. തും ജാക്കർ ബർത്തൻ ദോ, നീ പോയിട്ട് പാത്രം കഴുകൂ, ഇതാണ് ഒരു കമാൻഡ് പോലെ പറയാണ്. അതുകൊണ്ടാണ് അവിടെ ദോ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി കപ്പട ധോന എന്ന് പറയുന്നത് തുണി കഴുകുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വീട്ടിലെ ഏറ്റവും വലിയൊരു പണിയാണല്ലേ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയാനായിട്ട് നമ്മൾ ചോദിക്കും അല്ലെ, ഭക്ഷണം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞോ, ഇങ്ങനെയൊക്കെ നമ്മൾ സെന്റൻസിൽ പറയും അല്ലെ. അപ്പൊ ഇതില് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഖാന ബനാന, ഉണ്ടാക്കുക അതാണ് ക്രിയ, ബനാന ഖാന എന്ന് പറഞ്ഞ ഭക്ഷണം, ഖാന ബനാന ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നതാ. അപ്പൊ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, സിമ്പിൾ ആയിട്ട് പറയാലോ, മേ ഖാന ബനാ രഹി, മേ ഖാന ബനാ രഹി ഹും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഷോർട്ടായിട്ട് പറയാൻ അറിയാലേ, മേ ഖാന ബനാരേ, മേ ഖാന ബനാരേ. ഇത് ഞാൻ ഈ ഷോർട്ടായിട്ട് പറയുന്നത് ലോങ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ. അതല്ല മേ ഖാന ബനാരിയും എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ പറയണം. ഓക്കെ, ശരി. അതിന് പകരം പക്കാന എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഖാന പക്കാരെ എന്ന് പറഞ്ഞാലും എന്താണ്, ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവിടെ പക്കാന എന്ന് പറയുന്നത് വേവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് വാക്കുകൊണ്ട് ബനാന പക്കാന, ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും പക്കാന വരുന്നില്ല, ഭക്ഷണത്തിലാണ് നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമല്ലോ, അവിടെ ഉണ്ടാക്കുന്നതിന് നമ്മൾ പക്കാന എന്ന് പറയില്ല കേട്ടോ, ഭക്ഷണം വേവിക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ? ഇപ്പൊ പറയാണ് ഇന്ന് നീ ഭക്ഷണം ഉണ്ടാക്ക്, എങ്ങനെയാ പറയാ, ഇന്ന് നീ ഭക്ഷണം ഉണ്ടാക്കൂ, എങ്ങനെ പറയണം, ഈ വേർഡാണ് യൂസ് ചെയ്യേണ്ടത് ഖാന ബനാനയുടെ. എങ്ങനെയാണ്, ആജ് തും ഖാന ബനാവോ, ഓ സൗണ്ട് ബനാവോ, അത് നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ്, ആജ് തും ഖാന ബനാവോ, ഇന്ന് നീ ഭക്ഷണം ഉണ്ടാക്ക് എന്ന് പറയുന്ന. ഇനിയിപ്പോ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഭക്ഷണം ഉണ്ടാക്കിയോ, ഭക്ഷണം ഉണ്ടാക്കിയോ, ചോറ് വെച്ചോ എന്നൊക്കെ ചോദിക്കത്തില്ലയോ, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാനായിട്ട് ഖാന ബനായ, അവിടെ ക്യായുണ്ട്, ക്യാ ഖാന ബനായ, ക്യാ ഖാന ബനായ. ക്യാ ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് അല്ലെ, ആ ടോൺ വന്നാൽ മതി. ഖാന ബനായ എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കിയോ, ഉണ്ടാക്കിയെങ്കിൽ എന്ത് പറയണം, ഖാന ബനായ അല്ലെ, ബനായ. അതുപോലെ തന്നെ ചോദിക്കും അല്ലെ, ജോലി കഴിഞ്ഞോ, ജോലി കഴിഞ്ഞോ, കാം ഹോ ഗയാ എന്നാ ചോദിക്കാം കേട്ടോ. ക്യാ കാം ഹോ ഗയാ, അവിടെ ക്യാ വേണ്ട, കാം ഹോ ഗയാ എന്ന് ചോദിച്ചാൽ മതി. ജോലി കഴിഞ്ഞോ, ഹോ ഗയാ, കഴിഞ്ഞു എന്ന് പറയുന്ന, ഹോ ഗയാ, അവിടെ ഹാം എന്നാണ്, എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹോ ഗയാ, കഴിഞ്ഞു എന്ന് പറയുന്ന. ഇനിയിപ്പോ കഴിഞ്ഞിട്ടില്ല, കറി വെക്കണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ചോറ് വെക്കണം അല്ലെങ്കിൽ കറി വെക്കണം എന്നൊക്കെ പറയാനായിട്ട്. ഇവിടെ കറി എന്ന് പറയുമ്പോൾ അവിടെ സബ്ജി എന്ന് പറഞ്ഞാൽ മതി ഹിന്ദിയില്. സബ്ജി ബനാന ഹെ, നഹി സബ്ജി ബനാന ഹെ, സബ്ജി ബനാന ഹെ. കറി ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ആ പറയുന്നത് കേട്ടോ, സബ്ജി എന്ന് പറയുന്നത്. അവിടെ സബ്ജി എന്ന് പറയുന്നത് പച്ചക്കറിയാണ്, പക്ഷെ ഹിന്ദിക്കാര് അല്ലെങ്കിൽ ദാൽ ബനാന ഹെ എന്ന് പറയും. ദാൽ എന്ന് പറയുന്നത് പരിപ്പിനെയാണ്, പരിപ്പുണ്ടാക്കണം. സബ്ജി എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു കറീനെ തന്നെയാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ ചോറാണെങ്കിൽ ചാവൽ ബനാന ഹെ എന്നാണ് പറയാ. ചാവൽ എന്നാണ് അരിനെയും പറയുന്നത്, അതുപോലെ തന്നെ ചോറിനെയും പറയുന്നത് ചാവൽ തന്നെയാണ് കേട്ടോ. അപ്പൊ കച്ചാ ചാവൽ എന്ന് പറഞ്ഞാൽ പച്ചരി, അതൊക്കെയാണ് അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത്. നോർമലായിട്ട് അരിനെ പറയുന്നതും ചാവൽ എന്നാണ്, ചോറിനെ പറയുന്നതും ചാവൽ എന്നാണ്. ഓക്കെ, ഇവിടെ എന്താണ്, ചാവൽ പക്കാനാഹി എന്നും പറയാം, അല്ലെങ്കിൽ ചാവൽ ബനാനാഹി എന്നും പറയാം. എന്താണ്, ചോറ് വെക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ പാല് തിളപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ചായ ഉണ്ടാക്കുക, ഇപ്പൊ നമ്മൾ ചോറ് ഉണ്ടാക്കുന്നു പറയുന്ന പോലെ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്. ചായ് ബനാവോ എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കൂ എന്ന് പറയുന്ന. അതല്ലാതെ തിളപ്പിക്കുക എന്നുള്ള വേർഡ് വരുന്നത് ഉബാൽന എന്നാണ്, ഉബാൽന. ഓക്കെ, നമ്മൾ ചൂടാക്കുന്നതും തിളപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. ചൂടാക്കുക എന്ന് പറയുന്നത് എന്താണ്, ഗരം കർണ എന്നാണ്. ഗരം എന്ന് പറയുന്നത് ചൂടും
ടണ്ട എന്ന് പറയുന്നത് തണുപ്പുമാണ്. അപ്പൊ ഗരം കർണ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. ഇപ്പൊ ഇത്തിരി വെള്ളം തിളപ്പിക്കാനാണ് പറയണെങ്കിലോ പാനി ഉബാലോ എന്ന് പറയാം. പാനി ഉബാലോ എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിക്കുന്ന. ദൂത് ഉബാലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂത് എന്ന് പറഞ്ഞാൽ പാല് അല്ലെ, പാല് തിളപ്പിക്കുന്ന. ഇനി ചൂടാക്കുന്നാണെങ്കിലോ കുറച്ച് ചൂടാക്കുന്നാണ് പറയണെങ്കിൽ ഗരം കരോ എന്ന് പറഞ്ഞാൽ മതി. പനിത്തോട ഗരം കരോ എന്നാണ് പറയാം, അല്ലെങ്കിൽ ധൂത്തോട ഗരം കരോ. ദൂത് ചൂടാക്കൂ എന്നാ പറയുന്നത്. അവിടെ തിളപ്പിക്കൂ എന്നുള്ള അർത്ഥം വരുന്നില്ല കേട്ടോ. അത് പറയാനാണ് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞത്. ഉബാല എന്നുള്ള വേർഡാണ് തിളപ്പിക്കുക. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിക്കൂ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ആ ഉബാല എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ സെന്റൻസിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കുറെ വേർഡ്സുകളാണ് കേട്ടോ. ഇതിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് രൂപമാറ്റം മാറ്റി സെന്റൻസുകളിലേക്ക് കയറ്റി പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് കുറെ വാക്കുകൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ അതെങ്ങനെയാണ് തലേമാലൊക്കെ മുറിഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയാലും സംസാരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലായാലും ഈവൻ കേരളത്തിന് പുറത്ത് ഒരുപാട് പേര് എങ്ങനെയും ഒന്ന് സംസാരിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വേർഡ്സിന്റെ അർത്ഥം അറിയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി പോവാ. ഇനിയിപ്പോ നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മോട്ടർ ഓൺ ചെയ്യ്, ഫാൻ ഓൺ ചെയ്യ്, ലൈറ്റ് ഓൺ ചെയ്യ്, ടി വി ഓൺ ചെയ്യ്, ടി വി ഓഫ് ചെയ്യ്, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ യൂസ് ചെയ്യും അല്ലെ. ഇവിടെ മോട്ടർ ഓഫ് ചെയ്യാൻ എങ്ങനെയാ പറയണ്ടേ? മോട്ടർ ബന്ദ് കറോ, ബന്ദ് കർണ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബന്ദ് കരോ ഓ സൗണ്ടാണ്. നമ്മൾ എപ്പോഴും കമാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുന്ന രീതിയിലാണ് ഓ സൗണ്ട്. ചെയ്യൂ 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 എന്ന് പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ വെർബിന്റെയും ഓ സൗണ്ട്. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, കരോ ചെയ്യൂ. മനസ്സിലാവുന്നുണ്ടോ? ജാന എന്ന് പറഞ്ഞാൽ പോവുക, ജാവോ എന്ന് പറഞ്ഞാൽ പോകൂ. ഇതിപ്പോ എന്റെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ പോലും പുതിയ ആളുകൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ അവരോടുകൂടി പറയുന്ന കേട്ടോ. നമ്മൾ എല്ലാ വെർബുകളുടെയും ഓ സൗണ്ടാണ്. ഇപ്പൊ ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്, അതാണ് വെർബ്. ആവോ എന്ന് പറഞ്ഞാൽ വരൂ, ഒരു ഓർഡർ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? മോട്ടർ ഓഫ് ചെയ്യൂ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ മോട്ടർ ബന്ദ് കരും എന്ന് പറഞ്ഞാൽ മതി. ഇനി ഓൺ ചെയ്യാനാണെങ്കിൽ ചാലു കർണ എന്നുള്ള വേർഡ് കേട്ടോ. ഓൺ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ചാലു കരോ, മോട്ടർ ചാലു കരോ. സെയിം തന്നെയാണ്. ഫാൻ ചാലു കരോ, ഫാൻ ബന്ദ് കരോ. ടി വി ചാലു കരോ, ടി വി ബന്ദ് കരോ. എന്ത് മെഷീൻ ആയാലും ചാലു കർണ എന്ന് പറഞ്ഞാൽ അതിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായോ? ബന്ദ് കർണ എന്ന് പറഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം റെഡിയായി നമ്മൾ പറയാം അല്ലെ. ഭക്ഷണം തയ്യാറായി, കഴിക്കാവാ. ഭക്ഷണം റെഡിയായി, കഴിക്കാവാ എന്ന് വിളിക്കത്തില്ല. അവിടെ എങ്ങനെയാ പറയാ? ഖാന തയ്യാർ ഹോ ഗയാ. ഖാന തയ്യാർ ഹോ ഗയാ, ഖാനയാവോ, ഖാനയാവോ വരൂ എന്നല്ല പറയുന്നേ. ആനയുടെ ഓ സൗണ്ട്. ഖാനെ ആവോ, കഴിക്കാൻ വരൂ. ഇവിടെ ഖാനെ കേലിയെ ആവോ എന്നുള്ളതാണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് ഖാനയാവോ എന്ന് പറഞ്ഞാൽ മതി. ഖാന തയ്യാർ ഹോ ഗയാ, ഖാനയാവോ. ഇവിടെ ഈ സെന്റൻസിൽ പുതുതായിട്ട് കാണുന്നവർക്ക് ചെറിയൊരു ഡൗട്ട് വരും അല്ലെ. രണ്ട് സൈഡിൽ ഖാന വന്നു. ഇതിൽ ഒരു ഖാന എന്ന് പറയുന്നത് വെർബും ഒരു ഖാന എന്ന് പറയുന്നത് ഭക്ഷണമാണ് കേട്ടോ. ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്താ പറഞ്ഞ? ഖാന തയ്യാർ ഹോ ഗയാ എന്ന് പറയുന്നത് ഭക്ഷണം തയ്യാറായി. രണ്ടും ഒറ്റ വേർഡാണ്, പക്ഷെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നു. ഖാനയാവോ, കഴിക്കാൻ വരൂ എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ഖാന എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയാനും കഴിക്കുക എന്ന് പറയാനും രണ്ടും ഒറ്റ വേർഡാണ്. ഖാന ഖാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കഴിക്കുക, അതാണ് അതിനർത്ഥം വരുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് പറയാണ് ഇപ്പൊ പണികളെല്ലാം കഴിഞ്ഞു, അതുപോലെ ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവച്ചിട്ട് എന്താ ചെയ്യാ? ഞാൻ കുളിക്കാൻ പോവാണ്, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറയണം അല്ലെ. അവിടെ ഞാൻ കുളിക്കാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് എങ്ങനെയാണ്? നഹാന എന്നുള്ള വേർഡാണ് കുളിക്കുക. മേ നഹാനെ ജാറാവും, മേ നഹാനെ ജാറാവും കുളിക്കാൻ. അവിടെ നഹാനെ നേരത്തെ പറഞ്ഞു അല്ലെ. കഴിക്കാൻ ഖാനെ, കളിക്കാൻ ഖേൽനെ. ഖേൽനെ ആവോ എന്ന് പറഞ്ഞ എന്താ? കളിക്കാൻ വരും. ഖേൽന എന്നാണ് കളിക്കുക എന്നുള്ള വേർഡ് അല്ലെ. അപ്പൊ ഖേൽനെ ആവോ, അവ ഖേൽനെ എ എന്ന് കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ വെർബിലും ഖേൽനെ, ഖാനെ, നഹാനെ അങ്ങനെ എ സൗണ്ട് വരുമ്പോ എന്തായി? അത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രവൃത്തിയായി. കുളിക്കാൻ പോകുന്നു എന്ന് പറയുന്ന കേട്ടോ. മേ നഹാനെ ജാറാം, ഞാൻ കുളിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാം എന്നാണെങ്കിൽ എന്താണ് പറയണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ പറയും ഞാൻ കുളിക്കാൻ പോവാന്ന് പറയും, ചിലപ്പോ പറയും ഞാൻ കുളിച്ചിട്ട് വരാന്ന് പറയും അല്ലെ. അപ്പൊ അതിനും ഹിന്ദിയിൽ മാറ്റം വരുത്തണം അല്ലെ. എന്താണ്? മേ നഹാക്കർ ആത്തിയും, മേ നഹാക്കർ ആത്തിയും, അഭ്യാത്തിയും, അഭ്യാത്തിയും ഇപ്പൊ വരാം എന്ന് പറയുന്ന കേട്ടോ. മേ നഹാക്കർ ആത്തിയും, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കുക അല്ലെ. വളരെ നോർമൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളാണ്, എല്ലാ ദിവസവും സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അത്യാവശ്യമുള്ളവര് ഇങ്ങനെയുള്ള സെന്റൻസുകളാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളവര് പ്രാക്ടീസ് ചെയ്യേണ്ട സെന്റൻസുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ എന്താണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെ തന്നെ ഹിന്ദിയിലേക്ക് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുക്കളയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും തിരയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ കത്തി, അല്ലെങ്കിൽ സ്പൂണ്, അല്ലെങ്കിൽ ബൗള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 1, 2, 3 അത്ര മതി, ഒരുപാടൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. കത്തീനെ പറയുന്നത് ചാക്കു എന്നാട്ടോ. ചാക്കു നമ്മൾ എപ്പോഴും ചോദിക്കുന്നല്ലേ, ആ കത്തി കണ്ടോ, ആ കത്തി എവിടെയാ എന്നൊക്കെ ചോദിക്കത്തില്ലേ. ആ കത്തി എവിടെയാ? ഓ ചാക്കു കഹാ ഹെ, ചാക്കു കഹാ ഹെ, കത്തി എവിടെയാ എന്ന് ചോദിക്കുന്ന, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന കാര്യമല്ല. അമ്മമാരൊക്കെ തിക്കും തിരക്കിലൊക്കെ എവിടെയെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ, എപ്പോഴും ചോദിക്കുന്നതാണ് ആ കത്തി എവിടെയാ, ചാക്കു കഹാ ഹെ, ചാക്കു കഹാ ഹെ. അല്ലെങ്കിൽ കത്തി കണ്ടോ എന്നാണെങ്കിലോ, ചാക്കു ദേക്കാ, തുമ്നെ ചാക്കു ദേക്കാ, തുമ്നെ ചാക്കു ദേക്കാ, ഈ കത്തി കണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ചാക്കു എന്ന് പറയുന്നത് കത്തി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചീനച്ചട്ടി എന്ന് പറയുന്നത് അല്ലെ. ചീനച്ചട്ടിന്റെ ഹിന്ദിക്കാര് പറയുന്നത് കടായി എന്നാട്ടോ, കടായി. ഇനി അതുപോലെ സ്പൂണിനെ പറയുന്നത് ചമ്മച്ച് എന്നാണ്, ചമ്മച്ച് എന്ന് പറഞ്ഞ സ്പൂണ്. ഇനി അതുപോലെ തവീനെ പറയുന്നത് നമ്മൾ കയ്യിൽ നിന്നൊക്കെ പറയത്തില്ല, കൽച്ചി എന്നാ പറയാ, കൽച്ചി. പിന്നെ മെയിൻ ആയിട്ട് സ്റ്റൗവിനെ പറയുന്നത് ചൂള, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ചൂള എന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കിച്ചണിൽ എല്ലാ സാധനങ്ങളും പറയണം അല്ലെ. ഓയിൽ എന്ന് പറഞ്ഞാൽ തേലാണ്, ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്, നമക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്യാം കേട്ടോ. ഇതിലെല്ലാം കൂടി ഞാൻ പറയുന്നില്ല. എന്നാലും കൂടുതലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പൊ ഇത്ര മതി, ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം സെന്റൻസുകൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്ര മതി ഇന്നത്തേക്ക്. കൂടാതെ തന്നെ നമ്മുടെ ഈ ചാനൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 50 ഡേയ്സ് ക്ലാസ് ഇപ്പൊ റണ്ണിങ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ ഓപ്ഷൻ കാണാം കേട്ടോ, 15 റുപ്പീസിന്റെ. അത് ചൂസ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. 2 സീരീസ് ഉണ്ട്, 30 ഡേയ്സ് ഫോളോ ചെയ്യുക, അത് കഴിഞ്ഞ് 50 ഡേയ്സ് ഫോളോ ചെയ്യുക. 50 ഡേയ്സ് ഇപ്പൊ റണ്ണിങ് ആണ്. കൂടാതെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.